ഇപ്പൊ സമയം രാവിലെ 9 മണി. നാളെ രാവിലെ 9 മണി വരെ ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ സമയം സ്പെൻഡ് ചെയ്യാൻ പോവാണ്. എന്റെ കയ്യിൽ മൊത്തം 100 രൂപയേ ഉള്ളൂ. ഒരുപാട് ലാഗില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ പോയി അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വരാം. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് കേട്ടോ. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് 10 രൂപ തീർന്നു. ബാക്കി കറക്റ്റ് 90 രൂപ ബാക്കിയുണ്ട്. എനിക്ക് മെയിനായിട്ട് വരുന്ന ചിലവെന്ന് പറയുന്നത് വെള്ളം കുടിക്കാനൊക്കെ ആയിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ 15 രൂപ എന്താണ് ഒരു കുപ്പിക്ക്. ആ പൈസയും കൂടെ ലാഭിച്ചു കഴിഞ്ഞാൽ വെള്ളം കുറച്ച് ഫ്രീ ആയിട്ട് കുടിക്കാം. കാരണം ഇവിടെ റെയിൽവേയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഫിൽറ്റർ വെള്ളമൊക്കെ ഉണ്ട്, തണുത്തതും കിട്ടും. ഞാൻ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു കടയിൽ കയറി കുപ്പി ചോദിച്ചു നോക്കാം. കുപ്പി ഇട്ട് കഴിഞ്ഞാൽ 15 രൂപ ലാഭിക്കാം. ബാക്കി എൻ്റെ കയ്യിൽ ഇനി 90 രൂപയും കൂടെ ഉള്ളൂ. ഫുഡ് കഴിക്കാൻ വേണം, കുപ്പി ഇട്ടോ നോക്കാം. ആ ഒരു കുപ്പി ഉണ്ടാവോ? പാലിന്റെ പാത്രം ഒഴിഞ്ഞെങ്കിൽ തന്നോളൂ. ഓഹോ, മാപ്പൊന്നും പറയണ്ട, പൊക്കോ. വൃത്തിയായിട്ടവനെ ഉമ്മ വെച്ച് കളിക്കുന്ന സമയം ഇപ്പം ഏകദേശം 11:30 മണിയായി. നമ്മൾ ചലഞ്ച് തുടങ്ങിയിട്ട് 2.5 മണിക്കൂർ. ഞാൻ ഇത്രയും നേരം ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തേരാപ്പാര കറങ്ങുമായിരുന്നു. വെള്ളത്തിന്റെ കുപ്പി ഇതുവരെ കിട്ടിയില്ല. ഇവിടെ ഇച്ചിരി ക്ലീനിങ് ഒക്കെ ഇപ്പം കുറച്ച് സ്ലോട്ട് വൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാരും വന്ന് കുപ്പികളൊക്കെ ഇങ്ങനെ എടുത്ത് പൊക്കോണ്ടേ ഇരിക്കുക. ഒരുപാട് പേർക്ക് ഇപ്പൊ ഇവിടെ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര സ്ലോട്ട് വൈസ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇച്ചിരി നല്ല വൃത്തിയുണ്ട്, പണ്ടത്തെക്കാട്ടി നല്ല വൃത്തിയുണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പണ്ടത്തെ പോലെ അനാവശ്യ തിരക്കൊന്നുമില്ല. കറക്റ്റായിട്ടുള്ള ആളുകൾ, ട്രാവലേഴ്സും മറ്റു കാര്യങ്ങളും അല്ലാതെ സ്റ്റാഫ്. ഇതിനപ്പുറത്തേക്ക് ഇങ്ങനെ ചുമ്മാ നിൽക്കുന്ന ആരെയും ഞാൻ കണ്ടില്ല ഇവിടെ. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ആ വരുന്ന ട്രെയിനുകൾ, ആളുകളെയൊക്കെ വായി നോക്കി. പക്ഷെ അത്ര പെട്ടെന്നൊന്നും അല്ല സമയം പോകുന്ന. ഇപ്പം ഏകദേശം 11:45. ഞാൻ ഒന്നും കൂടെ ഒരു റൗണ്ടും കൂടെ കുപ്പി വല്ലതും കിട്ടുമോ നോക്കാൻ വേണ്ടി പോകുന്നു. അശ്വിനും വന്നിട്ടുണ്ട് ഇപ്പം. അപ്പം അവൻ കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്ത് തരും. നമ്മൾ കുപ്പി എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഇന്ന് വിനായക ചതുർത്ഥി എന്തോ ആണ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇവരുടെ സദ്യ കഴിക്കുക. അതാകുമ്പോൾ പൈസയും ലാഭിക്കാം. സ്റ്റേഷൻ അടുത്ത് തന്നെ. അശ്വിൻ എന്താ പറയുന്നത്? നമ്മൾ ഫുഡ് കഴിക്കാം. അജൻ, അജൻ ഫുഡ് എങ്ങനെയുണ്ട്? സമയം 12:30. 3.5 മണിക്കൂറായി പരിപാടി തുടങ്ങിയിട്ട്. ഫുഡൊക്കെ കഴിച്ച് വെള്ളത്തിൻ്റെ കുപ്പിയായി. എൻ്റെ കൂട്ടുകാരന് കുറച്ച് സമയം വേണമെന്ന് ഇരിക്കാൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കാൻ. ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. ഒരു ക്വിക്ക് നാപ്പ് എന്നിട്ട് ഞാൻ എണീച്ചു. ഞാൻ ബോറടിക്കുന്നൊന്നുമില്ല, പക്ഷെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കം വന്നു. എന്നിട്ട് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. പുറത്ത് ഭയങ്കര ശബ്ദം, അതുകൊണ്ട് ഞാൻ ഇവിടെ സൈഡിൽ ഒതുക്കിയിട്ടൊരു ട്രെയിനിനകത്ത് കയറി. എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം സമയം ഏകദേശം 2:15. നമ്മൾ ചലഞ്ച് തുടങ്ങിയിട്ട് ഏകദേശം 5 മണിക്കൂർ 6 മണിക്കൂർ ആവുന്നേ ഉള്ളൂ. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ ഞാനിങ്ങനെ ഒരു ചലഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞപ്പം എൻ്റെ കൂട്ടുകാർ, എല്ലാവർക്കും തിരക്കുകളൊക്കെയാണ്, പക്ഷെ ആർക്കും ഇത് ചെയ്യാൻ വയ്യ. ദേ സെഡ് ഐ ആം ഇൻസെയിൻ. പ്രത്യേകിച്ച് എന്തിനാടാ ഇതൊക്കെ ചെയ്യുന്നത്, ഇതിലൊന്നും ഇല്ലല്ലോ. പക്ഷേ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പം എനിക്ക് തോന്നി ഇതിപ്പോൾ എന്തായാലും ഒറ്റ ജീവിതമേ ഉള്ളൂ, നഷ്ടപ്പെടാനും എനിക്കൊന്നുമില്ല. അങ്ങനെ ഞാൻ ഓക്കെ, ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ അങ്ങ് ചെയ്യാം. 24 hours ഫുൾ ട്രെയിനിലിരുന്ന്. ഞാനില്ലേ നമ്മുടെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് സദ്യ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ചു നേരം ഒന്ന് പെട്ടെന്നൊരു ക്വിക്ക് നാപ്പ് ഇരുന്ന് ഉറങ്ങിപ്പോയി. ഞാൻ അങ്ങനെ മുഖമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവിടെ ഫുൾ തിരക്കും ബഹളവും. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ഒരു സൈഡിൽ ഒരു ട്രെയിൻ കണ്ടത്. അപ്പം അതിലേക്ക് ചാടി കയറി ഇരുന്നു. ഇവിടെ ആരും ഇല്ല, വണ്ടിയിൽ ആരും ഇല്ല, ശബ്ദവും ഇല്ല. എനിക്കപ്പം ഇങ്ങനെ ഒരു കാര്യം പറയണമെന്ന് തോന്നി. പക്ഷെ ആരും ഇല്ലെങ്കിലും നമുക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ തോന്നുകയാണെങ്കിൽ സ്വന്തമായിട്ട് പോയി ചെയ്യുക. ആരെയും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാൻ ആരും ഇല്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും അവന്മാരൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നമ്മൾ ഈ ആശുപത്രിയിലൊക്കെ ഇരിക്കുമ്പോൾ വന്ന് നോക്കിയിട്ട് പോകത്തില്ലേ, അതേപോലെ വന്ന് പോകുന്നുണ്ട്. ഇനി എല്ലാവരും വൈകിട്ടൊക്കെ ആകുമ്പോൾ വരാമെന്ന് പറഞ്ഞു. വരട്ടെ.
അതും കൂടെ ഞാൻ പറയണം. അങ്ങനെയാണല്ലോ കാര്യം, അതും കൂടെ എനിക്ക് പറയണം. ഭയങ്കര ഏകാന്തത, ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യരില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെ ചുമ്മാ ഇരുന്നിരുന്ന് ചെറുതായിട്ട് പിന്നെയും വിശന്ന് തുടങ്ങി. ചലഞ്ച് തുടങ്ങിയിട്ട് 6 മണിക്കൂറായി, ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ ചുമ്മാ വായി നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് പോകുന്ന ആളുകളെ ഇങ്ങോട്ട് പോകുന്ന ആളുകളെ എല്ലാം വായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്നും ചെയ്യാനില്ലായ്മ എന്ന് പറഞ്ഞൊരു സാധനം, ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നു. ഇവിടെ ട്രെയിനും ഇല്ല, സമയം 3:45, ആളുകളും ഇല്ല, ഉറക്കവും വരുന്നില്ല, ഒന്നും ചെയ്യാനില്ല. ഞാൻ ആ കാണുന്ന കടയിൽ നിന്ന് ഒരു 10 രൂപയുടെ ബിസ്ക്കറ്റ് മേടിച്ചു. ഇനി ബാക്കി 80 രൂപ കൂടിയേ ഉള്ളൂ. ചെറുതായിട്ട് വിശക്കുന്നു, അതാണ് മേടിച്ചത്. ഇവിടെ കുറച്ച് വിഷയങ്ങൾ നടന്നു, എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് എന്നെ 2 പോലീസുകാർ വന്ന് അവിടെ കുറച്ച് സീനൊക്കെ ആയി. എന്നെ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, അത് ഇച്ചിരി സീനായിരുന്നു. ഞാൻ ഇപ്പം അവിടെ നിന്ന് മാറി. ഞാൻ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഞാൻ കഥ ഫുൾ പറഞ്ഞുതരാം. ആക്ച്വലി കുറച്ച് പ്രശ്നങ്ങൾ നടന്നു. ഇപ്പോൾ സമയം ഏകദേശം 6:30 മണിയായി. ഞാൻ ഒരു 5:30 മണിയായപ്പോഴത്തേക്ക് അവിടുത്തെ നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് 2 പോലീസുകാർ വന്നിട്ട് ചോദിച്ച് എന്തിവിടെ ഇരിക്കുന്ന, ടിക്കറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോം ടിക്കറ്റ് കാണിച്ചു. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അവർ ചോദിച്ചു എന്തിനിവിടെ ഇരിക്കുന്നതെന്ന്. എനിക്ക് പെട്ടെന്ന് കള്ളം പറയാനൊന്നും തോന്നിയില്ല, ഞാൻ പറഞ്ഞു ചുമ്മാ ഇരിക്കുന്നതെന്ന്. അപ്പോൾ അവർ ഇങ്ങനെ ചോദിച്ചു, എൻ്റെ കണ്ണൊക്കെ ചെറുതായിട്ട് ചുമന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു എന്തെങ്കിലും വെള്ളമൊക്കെ അടിച്ചിട്ടുണ്ടോ. ഞാൻ പറഞ്ഞു വെള്ളമൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു മോനെ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അവർ പക്ഷേ ഞാൻ വിചാരിച്ച് വേറെ പ്രശ്നമൊക്കെ ആകുമെന്ന്, പക്ഷെ ഒരു പ്രശ്നമില്ലായിരുന്നു. അവർ പറഞ്ഞ് മോനെ ഇവിടെ ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല, ഒന്നിൽ നീ ആരെങ്കിലും വിളിക്കാൻ വരുന്ന പോലെ വരണം, അല്ലെങ്കിൽ നീ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഇരിക്കണം. അറിയാമല്ലോ നിങ്ങൾക്ക്, മൊത്തം നമ്മുടെ കയ്യിൽ 100 രൂപ ഉള്ളു. അതിൽ ഞാൻ ഒരു ബിസ്ക്കറ്റും ടിക്കറ്റും എടുത്തപ്പോൾ തന്നെ 20 രൂപ തീർന്നു, ബാക്കി 80 രൂപയേ ഉള്ളൂ. ഞാൻ വിചാരിച്ച് നീ എന്തായാലും അവിടെ ഇരിക്കാൻ പറ്റില്ല. അവർ 2 പേര് കുറേ നേരമായിട്ട് എന്നെ നോക്കിയിട്ടാണ് എൻ്റെ അടുത്തോട്ട് വന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ച് വർക്കല വരാം. ഞാൻ പക്ഷേ വിചാരിച്ചില്ല ടിക്കറ്റിന് 30 രൂപയാവും. അപ്പം ആക്ച്വലി ഇനി എൻ്റെ കയ്യിൽ ബാക്കി എത്ര 50 രൂപയും കൂടെ ഉള്ളൂ. ഇനി തിരിച്ചു പോകണമെങ്കിൽ 30 രൂപ വേണം. അപ്പം ഇന്ന് എന്തായാലും ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ കുറച്ച് കള്ളമൊക്കെ പറഞ്ഞാൽ അവിടെ ഇരിക്കുകയായിരുന്നു, പക്ഷെ എന്താണ് ഈ കള്ളം പറയാനൊന്നും തോന്നിയില്ല. പിന്നെ എനിക്ക് ചെറിയ പനിയും ഉണ്ട്. അപ്പം എന്ത് ചെയ്യണം എന്നറിയില്ല. എനിക്ക് ചലഞ്ച് വിട്ടുകളയാനൊന്നും തോന്നുന്നില്ല. ഫുഡ് കഴിക്കാനായിരിക്കും, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവിടെയും പോലീസ് ഇപ്പം 6:30 മണിയായതേ ഉള്ളൂ. 8-10 മണി വരെയൊക്കെ എങ്ങനെ ഇവിടെ ഇരിക്കും? അങ്ങനെ ഒരു വിഷയമുണ്ട്. എന്താണെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് വേറൊരു ഐഡിയ വന്നു. ഇപ്പം 6:45 ആവുന്നു. ഞാൻ വിചാരിക്കുന്ന ഒരു 8:45 വരെ ഇവിടെ ഇരുന്ന് എൻ്റെ വെള്ളം ഇത്ര ഉണ്ട്, വെള്ളമൊക്കെ കുടിച്ചിരിക്കുകയാണെങ്കിൽ 8:45 കഴിഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രെയിനില്ല, പിന്നെ രാവിലെ ഉള്ളൂ. അങ്ങനെ ട്രെയിൻ പിടിച്ച് പോയാലോ എന്ന് ആലോചിക്കുന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഈ സൈഡിലായിട്ട് ഒരു കല്യാണ മണ്ഡപം കണ്ട്. എനിക്ക് കയറുന്നതിൽ വിഷയമൊന്നുമില്ല, പക്ഷെ ഞാൻ ഇപ്പം നിക്കറിലാണ് ഇരിക്കുന്നത്. അവരെന്നെ തൂക്കും, എല്ലാവരും അവിടെ പോയിരുന്ന് കഴിക്കാറ്. ഞാൻ വിചാരിക്കുന്നത് പോലീസ് വരുന്നവരെ നമുക്കിവിടെ ഇരുന്ന് 8:45 നേരെ പോയി രാവിലത്തെ ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഒരു 4-5 മണിയാകുമ്പോൾ അവിടെ എത്തും. പിന്നെ ഒരു 4 മണിക്കൂറൂടെ ഉള്ളു. അവിടെ എന്തായാലും അപ്പം നല്ല തിരക്കായിരിക്കും. ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് കൂടെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ബാക്കി 10 രൂപ എൻ്റെ കയ്യിൽ കാണും. ഞാൻ അതിലൊക്കെയാണ്. ഇനിയാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥ ചലഞ്ച് തുടങ്ങുന്നത്. കൊതുക് കടിച്ചു തുടങ്ങി, ഇരുട്ടായി, 7 മണിയായി. എന്തായാലും ഇവിടെ നിന്ന് ആരും ഇല്ല. പിന്നെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല.
ചെറിയ ചൂടുള്ളതുകൊണ്ട് ഇരിക്കുമ്പം ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് പനി കൂടുന്ന പോലെ. അങ്ങനെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ നടക്കും. ഇനി 14 മണിക്കൂർ കൂടെ 14 മണിക്കൂർ കൂടെ സെറ്റാക്കാം. ഗൈസ്, എനിക്ക് പനി ചെറുതായിട്ട് കൂടുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും കഴിക്കാം. കഴിച്ചിട്ട് ഡോളോ ഇവിടെ നിന്ന് വല്ലതും കിട്ടുമെന്ന് നോക്കി ഒരു ഡോളോയും കൂടെ വാങ്ങിച്ച് കഴിക്കാം. അല്ലാതെ ഐ ഡോണ്ട് തിങ്ക് പനി ഇങ്ങനെ കൂടുന്ന പോലെ. പിന്നെ തണുപ്പും വരുമല്ലേ. ഞാനൊരു ഡോളോ തപ്പട്ടെ. റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് പേരെടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവർ ഈ കാണുന്ന കട എനിക്ക് കാണിച്ചു തന്നു. ഒട്ടും വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ 100 രൂപ ഒന്നും നോക്കിയില്ല. പുട്ടും 2 കടലയും ഒരു കട്ടനും ഞാൻ വാങ്ങിച്ചു. എന്നെ പിന്നെയും പോലീസ് പിടിച്ചു. ഞാൻ എന്താ കൊല്ലത്തെത്തി. കൊല്ലം കാണിച്ചു തരാം. എന്നെ പിന്നെ പോലീസ് പിടിച്ചു. പൈസ ലാഭിക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി. പക്ഷെ എനിക്ക് തോന്നുന്നുള്ള ഈ തിരക്കിൽ ഞാൻ എറണാകുളം വരെ നിന്ന് പോകും. ഇപ്പം സമയം 12:45. ഇപ്പം കോട്ടയത്തെത്തി. കുറച്ച് കഥകൾ പറയാനുണ്ട്. ഞാൻ ഒരു 3-3:30 ആകുമ്പോൾ വരാം. കുറച്ച് നേരം ഞാൻ ഉറങ്ങിക്കോട്ടെ. ഒട്ടും വയ്യ. ഞാൻ എണീച്ച് നോക്കുമ്പോഴത്തേക്ക് ഒറ്റ മനുഷ്യരെൻ്റെ പ്ലാറ്റ്ഫോമിലില്ല. ഞാൻ എണീച്ചത് കൊതു കടിച്ചിട്ടാണ്. ഇവിടെ ഒരു 10-20 കൊതു എന്നെ ചുറ്റും വളഞ്ഞിരിക്കുന്നു. ആദ്യം തുടങ്ങേണ്ട സ്ഥലത്തു നിന്ന് തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങാം. ഞാൻ ശബ്ദം കുറച്ച് പറയുന്നത്, എന്നെ ഇന്ന് മൊത്തം 7 പ്രാവശ്യം പോലീസ് പിടിച്ച്. ഫുൾ ഈ പരിപാടി ചെയ്യുന്നതിനിടയിൽ നമ്മൾ ഇത്തിരി ശ്രദ്ധിക്കണം. കാരണം ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാണ്. നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയം അവർ വന്ന് നമ്മളെ പിടിക്കും, എന്നിട്ട് ചോദിക്കും കാര്യങ്ങൾ. അങ്ങനെ ഞാൻ യഥാർത്ഥത്തിൽ വർക്കലയിൽ നിന്ന സമയത്ത് എനിക്ക് ഇച്ചിരി പനി കൂടി. അങ്ങനെ ഞാനൊരു ഗുളിക മേടിച്ച് കഴിച്ചു. പിന്നെ പുട്ടും കടലയും കഴിച്ചു. പുട്ടും കടലയും തന്നെ 130 രൂപയായി. അപ്പോൾ ആക്ച്വലി നമ്മൾ മറ്റേ 100ൻ്റെ ചലഞ്ച് പോയി, കയ്യിൽ നിന്ന് പോയി. ഞാൻ 2 കടലക്കറി മേടിച്ചു. എനിക്ക് ഇച്ചിരി എന്നുവെച്ചാൽ വയ്യാതായി. പനിയും കൂടുന്നു എന്നൊരു സംശയം വന്നപ്പം ഞാൻ പിന്നെ വാങ്ങിച്ച് കഴിച്ചു. എന്നിട്ട് ഞാൻ ചെന്ന് ഒരു ഡോളൊക്കെ കഴിച്ചിട്ട് അവിടുത്തെ വെയിറ്റിംഗ് റൂമിൽ പോയിരുന്നു. വെയിറ്റിംഗ് റൂമിൽ പോയിരുന്നപ്പോൾ പോലീസ് അപ്പോഴേ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് പ്രശ്നമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരു മരുന്ന് കഴിച്ച് ഡോളോ കഴിച്ച് എനിക്ക് കുറച്ച് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അങ്ങേരൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാൻ റെസ്റ്റൊക്കെ എടുത്ത് ഒരു 9:15 വരെ 9:15 ആയപ്പോൾ ആക്ച്വലി ഞാൻ റെഡിയായി. അപ്പം ഞാൻ ഇറങ്ങി പുറത്തിരുന്നു, വെയിറ്റിംഗ് റൂമിൻ്റെ പുറത്തിരുന്നപ്പോൾ പോലീസ് വന്ന് പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ച് നിൻ്റെ കുഴപ്പമൊക്കെ മാറിയാ? അപ്പം ഞാൻ പറഞ്ഞാൽ മാറി. അപ്പം 2 മണിക്കാണ് അടുത്ത ട്രെയിൻ. അപ്പോൾ അവർ പിന്നെയും ചോദ്യങ്ങളായി. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ്, വർക്കലയിൽ നിന്ന് എന്തായാലും ബസ്സും ഒന്നുമില്ല, കൊല്ലത്ത് പോയിട്ട് അവിടെ നിന്നൊരു ബസ് പിടിച്ചോ എങ്ങനെയെങ്കിലും വീടെത്താൻ നോക്കാം. അങ്ങനെ എന്നെ അവരവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഞാൻ കൊല്ലത്ത് നിന്നിട്ട് എനിക്ക് മനസ്സിലായി അവിടെ ഇരുന്നാലും, കാരണം ഇപ്പോൾ പൊതുവെ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ആരെയും അവർ ഇരുത്താറില്ല ചുമ്മാ. ഇപ്പം കൂടി ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഒരു പോലീസ് മുൻ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ടിക്കറ്റ് ഉണ്ടോ, എങ്ങോട്ട് പോകാനെന്നൊക്കെ ചോദിച്ചു. സോ ഇത് ഞാൻ ഈ ചെയ്ത കാര്യം ഞാൻ ആരും ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ബാഡാണ്. ഒരിടത്ത് ഇരുന്ന് ഇതെന്തായാലും തീർക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കണം. നോക്കട്ടെ, എന്തായാലും 3:45 തിരിച്ചുള്ള ട്രെയിൻ. ഇപ്പോൾ കോട്ടയത്തിരിക്കുവാണ്. ഇവിടെ നിന്ന് ഇനി തിരിച്ചു പോകണം. ഓക്കെ, നോക്കട്ടെ. നമ്മുടെ 24 അവർ തീരാനായിട്ട് ഇനി 6.5 മണിക്കൂർ കൂടെ വേണം. ഇപ്പോൾ 2:30 മണി ഞാൻ കാണിച്ചു തരാം. കാണാൻ പറ്റുമോ? നമ്മളെ ട്രെയിൻ ഇച്ചിരി ലേറ്റാണ്. സാധാരണ ഞാൻ ഇച്ചിരി വിഷമിക്കാറുണ്ട്, പക്ഷേ ഇപ്പോൾ എനിക്ക് ഇച്ചിരി സന്തോഷം തോന്നും. ഈ വീഡിയോ എനിക്ക് എവിടെയൊക്കെ വെച്ച് നിർത്തായിരുന്നു. പക്ഷേ നമ്മൾ പുഷ് ചെയ്ത് ഇപ്പോൾ ആക്ച്വലി തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് സ്ഥലത്തെത്തി. സമയം ഇപ്പോൾ ഏകദേശം 7 മണിയാവും. ഇനി ഈ ചലഞ്ച് തീരെ 2 മണിക്കൂറോടെ ഉള്ളൂ. എവിടെയൊക്കെ വെച്ച് നിർത്തായിരുന്നു, പക്ഷെ നിർത്തിയില്ല. നമ്മൾ പുഷ് ചെയ്യണമെന്ന് വിചാരിച്ചു, പുഷ് ചെയ്തു.
2 മണിക്കൂറോട്. ആക്ച്വലി 9 മണി ആയിരിക്കുകയാണ്. ഞാൻ നമ്മുടെ ചലഞ്ച് ഫിനിഷ് ചെയ്തു. ഞാൻ എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ്. എന്നെ കൊണ്ട് ഇതും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എന്നെ തന്നെ തെളിയിച്ച്. ഒരുപാട് ചലഞ്ചുകളുണ്ടായിരുന്നു, 100 രൂപയ്ക്ക് ഇത് തീർക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ 24 hours ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലപോലെ ബാത്റൂമിൽ പോകാനൊക്കെ മുട്ടുന്നു. അപ്പോൾ ഞാൻ ബാത്റൂമിൽ നേരെ പോയിട്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ സെൻഡ് ചെയ്യാം. താങ്ക് യു. एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि